blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചന സന്ദേശങ്ങളും അത്ഭുതകരമായ സാക്ഷ്യങ്ങളും ന്യൂ ഇയർ എപ്പിസോഡും ഒക്കെയാണ് ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഒരു ദിവസം പോലും മിസ്സാകരുത്. കൊലോസ്യ ലേഖന പഠന പരമ്പര തുടരുകയാണ്. കൂടാതെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ നൽകപ്പെട്ട സന്ദേശങ്ങൾ, അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ, ആരാധന, ഇതെല്ലാം ഈ ആഴ്ചയിൽ ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നു. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് തന്നെ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് പറയുക, പരിചയപ്പെടുത്തുക. ഈ സമയത്ത് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത ഇതിൻ്റെ സാമ്പത്തിക സഹകാരിക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവ്, രാജസ്ഥാനിൽ നിന്നുള്ള കൃഷ്ണകുമാരനും രമണിക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃഷ്ണകുമാറിന് എല്ലാ അലർജിയിൽ നിന്നും സമ്പൂർണമായ സൗഖ്യം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൻ ശ്രീകാന്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ തനിക്ക് നല്ലൊരു ജോലി അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭാര്യ കൃതികയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി ലഭിക്കാനും കുടുംബം അനുഗ്രഹിക്കപ്പെടാനും അങ്ങ് സഹായിക്കണമേ. ഈ മുഴുവൻ കുടുംബത്തെയും ഞങ്ങളെല്ലാവരും ചേർന്ന് ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു കൃഷ്ണകുമാർ ആൻഡ് രമണി. ഗോഡ് ബ്ലെസ് യു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കൊട്ടാരക്കര ജനുവരി 2 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. അരോമ ഓഡിറ്റോറിയം, അരോമ ഹോസ്പിറ്റലിന് സമീപം, പുനലൂർ റോഡ്, ചെങ്ങമനാട്, കൊട്ടാരക്കര. 2016 ആദ്യ ചുവടുകൾ ദൈവിക അനുഗ്രഹത്തോടെ ആരംഭിക്കുവാനും ആഘോഷിക്കുവാനുമായി ന്യൂ ഇയർ സർവീസ് 2016. ഡിസംബർ 31 വ്യാഴാഴ്ച രാത്രി 10 മുതൽ 1 മണി വരെ. കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. ഈ പുതുവത്സര ആരാധനയിൽ നിങ്ങളും പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484422211 www.blessingtoday.tv. വർഷത്തിന് മുൻപ് അമ്മയ്ക്ക് സന്ധിവാതത്തിൻ്റെ പ്രശ്നം ആരംഭിച്ചിട്ട് എനിക്ക് വളരെ കടുത്ത രീതിയിലേക്ക് ആ രോഗം മൂർച്ഛിച്ചു. എനിക്ക് തൻ്റെ ഈ പെടലി മുതൽ ഇങ്ങോട്ട് തൻ്റെ കൈയൊന്നും അനക്കാൻ വയ്യ, തൻ്റെ കാലനക്കാൻ വയ്യ. താൻ ഓൾമോസ്റ്റ് കിടന്ന കിടപ്പിൽ തന്നെ കിടക്കുകയായിരുന്നു. തനിക്ക് വീട്ടിൽ യാതൊരു ജോലിയോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഈ അമ്മ പറയുന്നത് മകനായിരുന്നു ആ സമയം ഈ 3 വർഷത്തോളം വീട്ടിലെ പണി മുഴുവൻ ചെയ്തിരുന്നത്. ഇതിനിടയിൽ തന്നെ ഇവർ നമ്മുടെ പല ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾക്കും ബ്ലെസ്സിങ് സെൻ്ററുകൾക്കെല്ലാം വരുമായിരുന്നു. വരുന്നതെല്ലാം ഓട്ടോ പിടിച്ചിട്ടാണ്. ഈ അമ്മേനെ പൊക്കിയെടുത്തൊക്കെ വെച്ച് ഓട്ടോയിൽ കഷ്ടപ്പെട്ട്, അമ്മയ്ക്ക് കാല് മുട്ടുമടക്കാൻ കഴിയില്ല. വളരെ കഷ്ടപ്പെട്ടാണ് മീറ്റിങ്ങുകൾക്കെല്ലാം ഇവർ കൊണ്ടുവന്നിരുന്നത്. ഈ വർഷം തന്നെ ഫെബ്രുവരി മാസമാണ് കോട്ടയത്ത് നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടന്നത്. അന്നത്തെ ദിവസം ക്ഷമ സിസ്റ്റർ ആയിരുന്നു അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. ക്ഷമ സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്രകാരം പറഞ്ഞു. അന്ന് രാവിലെ അമ്മയെ കൊണ്ടുവന്നത് ഓട്ടോയിലാണ്. അമ്മയുടെ കൈക്ക് നീരുണ്ട്, പെടലിയിൽ ശക്തമായ വേദനയുണ്ട്, രാവിലെ ഒന്നും അമ്മയ്ക്ക് എഴുന്നേക്കാൻ പറ്റില്ല. ആ ബുദ്ധിമുട്ടായിട്ട് അമ്മ ഹോളിൽ വന്നു. ക്ഷമ സിസ്റ്റർ പ്രാർത്ഥനയുടെ സമയത്ത് ഇപ്രകാരം പറഞ്ഞു. പെടലി മുതൽ താഴേക്ക് നീരുള്ള വേദനയുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. കഴുത്തിന് വല്ലാത്ത വേദനയുള്ള വ്യക്തികളുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് കൈയൊന്ന് ഉയർത്തി കാണിച്ച്, കഴുത്തിന് വേദന അനുഭവിക്കുന്നവർ, ഇപ്പോൾ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കിയാണ് ചെയ്യേണ്ടത്. വലത്തെ കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാലും ഇടത്തെ കൈ ആ കഴുത്തിന്റെ പിൻഭാഗത്തായിട്ടൊന്ന് വെച്ച്, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഈ രോഗികൾ ഇവിടെ സൗഖ്യമാകട്ടെ. ആ സമയത്ത് ഈ അമ്മ പറയുന്നത് അമ്മയുടെ ശരീരത്തിൽ ഒരു കുളിര് കോരുന്നത് പോലെ തോന്നി. അമ്മ വിയർത്തു, ശരീരത്തിലെ നീര് വറ്റി.
ആ വേദന പരിപൂർണമായി സൗഖ്യമായി. അന്ന് വീട്ടിൽ തിരിച്ചെത്തിയ അന്ന് മുതൽ താൻ ജോലി ചെയ്യാൻ തുടങ്ങി, കാല് മടക്കുവാൻ തുടങ്ങി. തനിക്ക് യാതൊരു പ്രശ്നമില്ലാതെ അന്നത്തെ ആ മീറ്റിങ്ങിൻ്റെ ആ സമയത്ത് കർത്താവ് ഒരു പരിപൂർണ സൗഖ്യം കൊടുത്തു. ഇത് അതിനുശേഷം ഇപ്പം നവംബർ മാസമായി, ഇന്നും ആ സൗഖ്യം നിലനിൽക്കുന്നു. അമ്മ പറയുക, ഇന്നും വീട്ടിലെ പണികളെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത്, യാതൊരു പ്രശ്നവുമില്ല. ഇന്ന് ബസ് പിടിച്ചാണ് ഇവിടം വരെ വന്നത്, ഓട്ടോയിലല്ല. കർത്താവ് പരിപൂർണമായിട്ടും തന്നെ സൗഖ്യമാക്കി. നമ്മളെല്ലാവരും വന്നിരിക്കുന്നത് പോലെ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ ആർത്രൈറ്റിസും സന്ധിവാതവുമായി വന്ന അമ്മയെ അവിടെ വെച്ച് കർത്താവ് സൗഖ്യമാക്കി. കോട്ടയത്ത് വെച്ച് അവിടെ വെച്ച് സൗഖ്യമാക്കി. 3 മാസങ്ങൾ കഴിഞ്ഞു, സൗഖ്യം നിലനിൽക്കുന്നു. കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയാം. കർത്താവെ, ഈ അമ്മയോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സന്ധിവാതം ബാധിച്ച ആരെങ്കിലുമൊക്കെ കർത്താവെ ഇവിടെ ഉണ്ടെങ്കിൽ, ഈ സാക്ഷ്യം കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ അമ്മയെ സൗഖ്യമാക്കിയ അതേ കർത്താവ് അവരെയും സൗഖ്യമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യത്തെ ഇപ്പോൾ ഞങ്ങൾ പകരുന്നു. കർത്താവ് അത് ചെയ്തതിനായി നന്ദി. വിശ്വാസത്താൽ ജനം അത് സ്വീകരിക്കട്ടെ. മറ്റ് രോഗങ്ങളും സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം, ആമേൻ. Take chapter 2 of the book of Colossians. കൊലോസ്യ ലേഖനത്തിന്റെ 2-ാമത്തെ അധ്യായം ഇപ്പോൾ തുറന്നു പിടിക്കുക. And we are going to read 2 verses. First one verse is verse number 11. 2 വചനങ്ങൾ നമ്മൾ വായിക്കാൻ പോകുന്നു. ആദ്യമായിട്ട് 11-ാമത്തെ വചനം. In him you were also circumcised with a circumcision not performed by human hands. Your whole self, ruled by the flesh, was put off when you were circumcised by Christ. അദ്ദേഹത്തിൽ നിങ്ങൾക്കും ക്രിസ്തുവിനാലുള്ള പരിച്ഛേദന മുഖാന്തരം ജഡശരീരം നീക്കം ചെയ്തതിലൂടെ കൈക്കൊണ്ടല്ലാത്ത പരിച്ഛേദനവും ലഭിച്ചു. If you want the message title, നിങ്ങൾക്ക് ഇന്നത്തെ സന്ദേശത്തിന്റെ വിഷയം, ടൈറ്റിൽ, തലക്കെട്ട് അറിയണമെന്നുണ്ടെങ്കിൽ write down. ഇപ്പോൾ എഴുതുക, No extra fittings, please. ദയവായി ഒന്നും കൂട്ടിച്ചേർക്കരുത്. In those days there came a teaching into the Colossian church that ആ കാലങ്ങളിൽ കൊലോസ്യ സഭയ്ക്കകത്ത് ഒരു പഠിപ്പിക്കലുകൾ നിലനിന്നിരുന്നു. and this was the teaching, even if you are born again, even after getting saved, ആ പഠിപ്പിക്കൽ ഇങ്ങനെയായിരുന്നു: നിങ്ങൾ വീണ്ടും ജനിച്ചതിന് ശേഷം അഥവാ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും, if you are a non-Jew, if you are coming from a Gentile background, നിങ്ങൾ ഒരു യഹൂദനല്ലാത്ത ഒരു ജാതീയമായ വിശ്വാസത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണെങ്കിൽ, and if you are a man or a boy, if you are a male, you have to undergo circumcision. ഇനിയും നിങ്ങൾ ഒരു പുരുഷനാണ്, ഒരു ആൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ പരിച്ഛേദന എന്ന് പറയുന്ന ഒരു കർമ്മം നിങ്ങൾ നടത്തണം. Believing in Jesus is not enough. That is good, that is needed, but after that, if you are a male, you have to receive circumcision. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നൊക്കെ പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ ആ വിശ്വസിച്ചത് കൊണ്ട് മാത്രമായില്ല. നിങ്ങളൊരു പുരുഷനാണെങ്കിൽ അഗ്രചർമ്മത്തെ ഭേദിക്കുന്ന അല്ലെങ്കിൽ ഒരു പരിച്ഛേദന കർമ്മത്തെ നടത്തിയിരിക്കണം. In other words, മറ്റൊരു വിധത്തിൽ what they were trying to say that for salvation, receiving Jesus Christ or believing on Jesus Christ is not enough. You have to do something else. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവരുടെ പഠിപ്പിക്കലിന്റെ ലക്ഷ്യം ഇതായിരുന്നു: രക്ഷയ്ക്കു വേണ്ടി യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രം പോരാ, ചില പ്രത്യേകമായ ചില കർമ്മങ്ങൾ കൂടെ നടത്തേണ്ട ആവശ്യകതയുണ്ട്. Some of these things were taken from the Old Testament. ഇത്തരം ചില കാര്യങ്ങൾ അവർ പഴയ നിയമത്തിൽ നിന്നാണ് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. So we believe Christ is more than enough to save us. നാം വിശ്വസിക്കുന്നു നമ്മെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തു പൂർണ്ണമായും മതിയായവനാണ്. And we don't need any additions to Christ. ഇനി ആ യേശു ക്രിസ്തുവിന്റെ രക്ഷയുടെ പൂർത്തീകരണത്തിനായി മറ്റൊന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ലെന്നും നാം വിശ്വസിക്കുന്നു. A few years back, we went to a vehicle showroom to purchase a vehicle for the ministry. ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു വാഹനം വിൽക്കുന്ന കടയിൽ ചെന്നിട്ട് നമ്മുടെ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാഹനം വാങ്ങിക്കാൻ തീരുമാനിച്ചു. So the deal was over. Then one staff came and, sir, you want any extra fittings? കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് ചോദിച്ചു, സർ, സാറിന് ഏതെങ്കിലും എക്സ്ട്രാ ഫിറ്റിംഗ്സ് വേണമോ? He gave the whole list of extra fittings. അദ്ദേഹം ഒരു എക്സ്ട്രാ ഫിറ്റിംഗുകളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ എനിക്ക് നൽകി. One was a rear view sensor mirror.
ഒന്ന് റിയർ വ്യൂ സെൻസർ മിറർ ആയിരുന്നു, Then കണ്ണാടിയായിരുന്നു. crash guard is there. അതുപോലെ ക്രാഷ് ഗാർഡ്, Steering wheel cover. സ്റ്റിയറിംഗ് വീൽ കവർ, Alloy wheels. അലോ വീൽ, Then floor mat. ചവിട്ടി, So many extra fittings. ഒത്തിരി എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ കാർ മേടിക്കുമ്പോൾ നമ്മൾ വേറെ മേടിക്കണം. The car is there, it will run. കാർ ഓടും, അത് കുഴപ്പമൊന്നുമില്ല. But you want something more. എന്നാൽ അതിനു വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് വേണമോ? We selected a few extra fittings and came off. കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ നമ്മളും സെലക്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ തിരിച്ചു വന്നു. But in Jesus' case, എന്നാൽ യേശുവിന്റെ കാര്യത്തിൽ we don't need any extra fittings with him. ഓർക്കുക, യേശുവിന്റെ കാര്യത്തിൽ രക്ഷയ്ക്ക് വേണ്ടി അവനോടൊപ്പം വേറെ എക്സ്ട്രാ ഫിറ്റിങ്ങുകളുടെ ആവശ്യമില്ല. Somebody say amen. എത്ര പേര് ഉറക്കെ ആമേൻ പറയും? A bigger amen. ശബ്ദമുയർത്തി ആമേൻ. This is because Jesus is able to save us completely. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മെ പൂർണ്ണമായും രക്ഷിക്കുവാൻ യേശു കർത്താവ് സർവശക്തനാണ്. See, if he had any weakness, we could help out. യേശു ക്രിസ്തുവിന് ഏതെങ്കിലും ഒരു ബലഹീനതയുണ്ടെങ്കിൽ നമുക്ക് അവനെ സഹായിക്കാമായിരുന്നു. But he is the Almighty One. എന്നാൽ അവൻ സർവശക്തനായവനാണ്. He needs nobody's help. ആരുടെ സഹായം അവന് ആവശ്യമില്ല. On the cross, he died alone. ഓർക്കുക, കാൽവരി ക്രൂശിൽ അവൻ മരിച്ചത് അവൻ ഒറ്റയ്ക്കാണ്. The other two thieves was not in the redemption sacrificial plan. They suffered it because of their own crime. എന്നാൽ അവന്റെ ഇടത്തും വലത്തും ഉണ്ടായിരുന്ന കള്ളന്മാർ, അവർ അവിടെ മരിച്ചത്, ക്രൂശിക്കപ്പെട്ടത് ഒരിക്കലും രക്ഷാകരമായ വീണ്ടെടുപ്പിന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ടല്ല, സ്വന്തം തെറ്റിന്റെ കണക്കിന് വേണ്ടിയിട്ടാണ് അവർ But ക്രൂശിക്കപ്പെട്ടത്. Jesus died for us. എന്നാൽ യേശു ക്രിസ്തു പാപമില്ലാത്തവൻ നമുക്ക് വേണ്ടിയിട്ടാണ് മരിച്ചത്. He alone went to the cross and paid the redemption price, and he took salvation for us. അവൻ ഒറ്റയ്ക്ക് ആ ക്രൂശ് ചുമന്ന് ആ ക്രൂശിനെ വരിച്ച് നമുക്ക് വേണ്ടി വീണ്ടെടുപ്പിന്റെ രക്ഷാകര പദ്ധതി അവൻ പൂർത്തിയാക്കി. Hallelujah. ഹല്ലേലൂയ. So if you believe in Jesus, that is enough. ഓർക്കുക, അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുക എന്നതുകൊണ്ട് തന്നെ രക്ഷ പൂർത്തിയായി. No need of any extra fittings with Jesus. അതിനോടൊപ്പം യേശുവിനോടൊപ്പം എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ ഒന്നും കൂട്ടിക്കലർത്തേണ്ട ആവശ്യമില്ല. Somebody shout a big hallelujah. കൈകൾ ഉയർത്തിയിട്ട് ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞാല്. One more ഒരിക്കൽ hallelujah. കൂടെ One more hallelujah. ശബ്ദമുയർത്തി Clap your hands and worship the Lord. കൈകൾ അടിച്ചുകൊണ്ട് കർത്താവിനെ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞാല്. See, circumcision is one among the extra fittings. ഓർക്കുക, പരിച്ഛേദന എന്ന് പറഞ്ഞ് നാം കാണുന്ന ഈ കർമ്മം, അത് അന്ന് ഉണ്ടായിരുന്നതിലെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. Some other teaching was that some other extra fitting was you should also worship angels. അവിടെ പറഞ്ഞിട്ടുള്ള മറ്റൊരു അധികമായ കൂട്ടിച്ചേർക്കലായിരുന്നു നാം ദൂതന്മാരെ, മാലാഖമാരെ ആരാധിക്കണം. Some people taught that you should believe in Jesus, but you should also believe in these personalities. ചില ആളുകൾ പഠിപ്പിക്കുന്നത്, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരെ, ഈ പറയുന്ന കുറച്ച് ആളുകളിൽ കൂടെ നിങ്ങൾ വിശ്വസിക്കണം. Okay, believing in Jesus is not enough. Some people say that you should also do some charity works. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, ചില ആളുകൾ പറയുന്നത് ചില ജീവകാരുണ്യ പ്രവൃത്തികൾ കൂടെ ചെയ്താലേ നിങ്ങളുടെ രക്ഷ പൂർത്തിയാകുകയുള്ളൂ. Some people teach that believing in Jesus is not that is needed, but you should also do some religious rituals. ചില ആളുകൾ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, അതൊക്കെ വേണം, പക്ഷെ മതത്തിന്റെ ചില കർമ്മങ്ങൾ, ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൂടെ നിങ്ങൾ അനുഷ്ഠിക്കണം. Even there was a teaching that if you want to go to heaven, you have to give a certain amount. അന്നുണ്ടായിരുന്ന ചില പഠനങ്ങൾ അനുസരിച്ചിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, ചില പ്രത്യേകമായ തുക നൽകിയാൽ മാത്രമേ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകുകയുള്ളൂ. And some people taught that you should torture your own body so that you will get full salvation. ചില ആളുകൾ പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ദണ്ഡിപ്പിക്കുക കൂടെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി രക്ഷ ലഭിക്കുകയുള്ളൂ. Somebody shout hallelujah. മനസ്സിലായവരുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. But remember one thing. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, The Bible says Jesus is more than enough to save us. യേശു ക്രിസ്തു എന്നുള്ള
പിന്നെയുള്ളത് നമ്മെ രക്ഷിക്കുവാൻ സർവ്വത്തിനും മതിയായവനാണ്. No extra fittings, please. കൂടുതൽ കൂട്ടിക്കലർത്തേണ്ട ആവശ്യങ്ങളില്ല. Tell a neighbor, no extra fittings, please. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, അധിക കാര്യങ്ങൾ വേണ്ട. Hallelujah. ഹല്ലേലൂയ. ദയവായി ഒന്നും കൂട്ടിച്ചേർക്കരുതേ. ദയവായി ഒന്നും കൂട്ടിച്ചേർക്കരുതേ. Now, take this case, this extra fitting called circumcision. ഈ ഒരു കാര്യത്തിൽ, അതായത് ഈ കൂട്ടിച്ചേർക്കുന്ന ഈ ഒരു പരിച്ഛേദനയുടെ കാര്യത്തിൽ, Remember one thing, there are two kinds of circumcision according to the Bible. ബൈബിൾ പഠിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള പരിച്ഛേദനകൾ അഗ്രചർമ്മത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. Number one, physical circumcision. ഒന്നാമതായിട്ടുള്ളത് ഭൗതികമായ പരിച്ഛേദന. This started with Abraham. ഇത് നടക്കുന്നത് അബ്രഹാമിന്റെ കാലത്താണ്. Genesis chapter 17 verse number 9 onwards. ഇത് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരിക 17-ാം അധ്യായം 9 മുതലുള്ള വചനങ്ങളിലാണ് ഇത് കാണുന്നത്. And in these verses God came to Abraham and said, all the males in the family should undergo circumcision as a sign of covenant with God. അവിടെ അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, അബ്രഹാമേ, നിന്നോടുള്ള നിയമത്തിന്റെ സാധുതയായിട്ട് നിന്റെ ഭവനത്തിലുള്ള എല്ലാ പുരുഷന്മാരും പരിച്ഛേദന കർമ്മം നടത്തണം. Hello. As a sign of covenant. തന്റെ നിയമത്തിന്റെ അടയാളമായിട്ട് പരിച്ഛേദന നടത്തണം. Because God was entering into a special covenant with that family and the generations to come. കാരണം ദൈവം അവിടെ ആ കുടുംബത്തോടുള്ള ഉടമ്പടിയുടെ ബന്ധത്തിൽ ഇറങ്ങി വന്ന് തലമുറകളിലേക്ക് ആ ബന്ധം സ്ഥാപിക്കുകയാണ്. Abraham was asked to do that generation after generation. അബ്രഹാം ഇത് തലമുറയായിട്ട് പാലിച്ചുകൊണ്ടിരുന്നു. And this was applicable only to the men in the family and the boys and young men in the family. ഇത് അബ്രഹാമിന്റെ കുടുംബത്തിലുള്ള യൗവനക്കാരായിട്ടുള്ള ആൺകുട്ടികൾക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമായിരുന്നു. So when they read അവർ this, ഇത് വായിക്കുമ്പോൾ they thought that even the newcomers into this faith in the New Testament period also should do that. അങ്ങനെ കൊലോസിയിലുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇത് വായിക്കുമ്പോൾ ഒരു പുതിയ ആള് അവരുടെ കൂട്ടത്തിൽ വന്നാൽ പോലും അബ്രഹാമിനോടുള്ള നിയമത്തിന്റെ ഉടമ്പടിയായ ഈ കർമ്മം പരിച്ഛേദന നിവർത്തിക്കണം. But remember one thing, all the Old Testament symbols had its fulfillment in Christ. എന്നാൽ ഒരു കാര്യം ഓർക്കുക, പഴയ നിയമത്തിലെ എല്ലാ പ്രതീകങ്ങളും പുതിയ നിയമത്തിന്റെ പൂർത്തീകരണങ്ങളാണ്. Say it again. പഴയ നിയമത്തിന്റെ എല്ലാ പ്രതീകങ്ങളും പുതിയ നിയമത്തിൽ പൂർത്തീകരിക്കപ്പെടേണ്ടവയാണ്. എല്ലാവരും ചേർന്ന് പറഞ്ഞേ. പഴയ നിയമത്തിലെ എല്ലാ പ്രതീകങ്ങളും പുതിയ നിയമത്തിൽ പൂർത്തീകരിക്കപ്പെടേണ്ടവയാണ്. So in the Old Testament, this was an external symbol of covenant with God. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പരിച്ഛേദന എന്നുള്ളത് പഴയ നിയമത്തിൽ ദൈവിക ഉടമ്പടിയുടെ പുറമേയുള്ള ഒരു പ്രതീകമായിരുന്നു. But it had its fulfillment in Christ. എന്നാൽ ഈ പുറമേയുള്ള ഈ പ്രതീകത്തിന് പുതിയ നിയമത്തിൽ ക്രിസ്തുവിൽ ഒരു പൂർത്തീകരണമുണ്ട്. Hallelujah. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറയേ, പഴയ നിയമത്തിലെ എല്ലാ നിഴലുകളുടെയും പൊരുളാണ് യേശു. But there is something called spiritual circumcision. എന്നാൽ അടുത്തതായിട്ട് ഒരു ആത്മീക പരിച്ഛേദന എന്ന് പറയുന്ന ഒരു കാര്യം കൂടി. That is a second type of circumcision. ഞാൻ നിങ്ങളെ പഠിപ്പിച്ച രണ്ടാം തരത്തിലുള്ള പരിച്ഛേദനയാണ് ഈ പരിച്ഛേദന. Philippians chapter 3 and verse number 3. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വചനം. For it is we who are the circumcision, we who serve God by his Spirit, who boast in Christ Jesus and who put no confidence in the flesh. 3-ാമത്തെ വചനം, നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. Hello. So in the Old Testament they had a physical circumcision, but today all of us
we have a spiritual circumcision. പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് അഗ്രചർമ്മത്തെ നീക്കം ചെയ്യുന്ന ഒരു പരിച്ഛേദന പുറമേയുള്ള പരിച്ഛേദനയായിരുന്നു, ശരീരത്തിലെ പരിച്ഛേദനയായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നാം കാണുന്നു പുറമേയല്ല അകമേയുള്ള ഒരു പരിച്ഛേദന. Colossians chapter 2 verse number 11 and 12, that is what we are handling now. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-12 വചനങ്ങളാണ് നമ്മൾ ഇപ്പോൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. 11, circumcision not performed by human hands, your whole self ruled by the flesh was put off when you were circumcised by Christ. അവിടെ കാണുന്നു ക്രിസ്തുവിനാലുള്ള പരിച്ഛേദന മുഖാന്തരം ജഡശരീരം നീക്കം ചെയ്തതിലൂടെ കൈക്കൊണ്ടല്ലാത്ത പരിച്ഛേദനവും ലഭിച്ചു. And verse number 12 says, having been buried with him, baptism in which you were also raised with him through your faith in the working of God, who raised him from the dead. 12-ാമത്തെ വചനത്തിൽ സ്നാനത്തിൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടപ്പെടുകയും ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവശക്തിയിലുള്ള വിശ്വാസത്താൽ അവിടത്തോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. Yes. Romans chapter 2. റോമർക്ക് എഴുതിയ ലേഖനം 2 verses 29. No, a person is a Jew who is one inwardly, and circumcision is circumcision of the heart by the Spirit, not by the written cord. Such a person's praise is not from other people but from God. 29-ാമത്തെ വചനം ശ്രദ്ധിച്ചു കേൾക്കുക. അകമേ യഹൂദനായവൻ മാത്രമാണ് യഹൂദൻ, അക്ഷരാർത്ഥത്തിലുള്ളതല്ല, ആത്മാവിനാൽ ഹൃദയത്തിൽ ഉണ്ടാകുന്നതാണ് ശരിയായ പരിച്ഛേദനം. അതുള്ളവന് മനുഷ്യനിൽ നിന്നല്ല ദൈവത്തിൽ നിന്ന് തന്നെ പുകഴ്ച ലഭിക്കും. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കൊട്ടാരക്കര ജനുവരി 2 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. അരോമ ഓഡിറ്റോറിയം, അരോമ ഹോസ്പിറ്റലിന് സമീപം, പുനലൂർ റോഡ്, ചെങ്ങമനാട്, കൊട്ടാരക്കര. 2016 ആദ്യ ചുവടുകൾ ദൈവിക അനുഗ്രഹത്തോടെ ആരംഭിക്കുവാനും ആഘോഷിക്കുവാനുമായി ന്യൂ ഇയർ സർവീസ് 2016 ഡിസംബർ 31 വ്യാഴാഴ്ച രാത്രി 10 മുതൽ 1 മണി വരെ. കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. ഈ പുതുവത്സര ആരാധനയിൽ നിങ്ങളും പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484 422 111 www.blessingtoday.tv. വിശ്വാസത്തോടെ ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Prayer connects us to the ultimate power source, the Almighty God. നമുക്ക് വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാം. കർത്താവേ, ഈ സമയത്ത് വിവിധ ആവശ്യങ്ങളും ഭാരങ്ങളുമായി ലോകമെമ്പാടും ഈ പ്രാർത്ഥനാ സമയത്ത് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ കർത്താവേ, നീ അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആദ്യമേ തന്നെ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ആ ട്രീറ്റ്മെൻറ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യത്തക്ക രീതിയിൽ കർത്താവ് സൗഖ്യമാക്കുന്നു. ഏത് ക്യാൻസർ ആയിരുന്നാലും യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഇപ്പോൾ തന്നെ നടക്കട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ സ്പോണ്ടിലോസിസ് എന്ന രോഗത്തെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഹിപ്പ് ജോയിൻറ്റിൽ, അരക്കെട്ടിൻ്റെ ആ ഭാഗത്ത്, ഹിപ്പിൽ, ഇടുപ്പില്ലിൽ തേയ്മാനവും അതിഭയങ്കരമായ വേദന അനുഭവിക്കുന്ന ചിലരെ കർത്താവ് സൗഖ്യമാക്കും. പാൻക്രിയാസിലുള്ള ചില രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത് സൗഖ്യമാകട്ടെ. ആമാശയത്തിനകത്ത് കുരുക്കൾ പോലെ വന്ന് അതിഭയങ്കരമായ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സർജറി കൂടാതെ തന്നെ സൗഖ്യമാക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശീർവാദ് എന്നു പേരുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ശരീരത്തിലുള്ള ചില ന്യൂനതകളെ കർത്താവ് എടുത്തു മാറ്റുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്
ആ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഭയത്തിൻ്റെ ആത്മാവിന് അടിമകളായ ചിലരെ കർത്താവ് ഈ സമയത്ത് വിടുതൽ നൽകുകയാണ് ഇൻ ജീസസ് നെയിം. സാമ്പത്തികമായ പരാജയങ്ങളിൽ നിന്ന് ചിലരെ കർത്താവ് പുറത്തേക്ക് കൊണ്ടുവരുന്ന, പ്രത്യേകിച്ച് ബിസിനസ് തകർന്നു പോയ ചില വ്യക്തികൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ആസ്മ രോഗം സൗഖ്യമാകട്ടെ. നിങ്ങൾക്ക് ഈ സമയത്ത് TV സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട്, കാരണം ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് അനേക സ്ഥലങ്ങളിൽ, അനേക രാജ്യങ്ങളിൽ ഒത്തിരി പേരുടെ മേൽ യേശുവിൻ്റെ അദൃശ്യമായ കരം വന്ന് അത്ഭുതകരമായ സൗഖ്യം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അലർജികൾ മാറട്ടെ. പൂർണ്ണ സൗഖ്യത്തിലേക്ക് ഇപ്പോൾ തന്നെ വന്നു ചേരട്ടെ. ഗീത എന്നു പേരുള്ളൊരു സഹോദരിയെ തൈറോയിഡ് സംബന്ധമായ രോഗത്തിൽ നിന്നും കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യത്തെ ഇപ്പോൾ സ്വീകരിക്കുക. അതുപോലെ ജോയിൻറ്റുകളിൽ മുഴുവൻ വേദനയുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. താങ്ക് യു ജീസസ്. ആ സിമിലർ രോഗങ്ങളുള്ള പലർക്കും ഈ സമയത്ത് വിശ്വാസത്തോടെ സൗഖ്യത്തെ സ്വീകരിക്കാം. കർത്താവെ, ആവശ്യങ്ങൾ എന്തായിരുന്നാലും അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വ്യാഴാഴ്ച രാത്രി നമുക്ക് ന്യൂ ഇയർ സർവീസ് നടക്കുകയാണ്. പുതിയ സംവത്സരത്തെ യേശുവിനോട് ചേർന്ന് എതിരേൽക്കാൻ നമ്മുടെ കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിലും മറ്റുള്ള ബ്ലെസ്സിങ് സെൻറ്ററിലും എല്ലാം അന്ന് പ്രത്യേകമായ സ്പെഷ്യൽ പ്രോഗ്രാംസ് ഉണ്ട്, പ്രത്യേകമായ പ്രാർത്ഥനയുണ്ട്. ബ്ലെസ്സിങ് ടുഡേയുടെ എല്ലാ വ്യൂവേഴ്സിനോടും എനിക്ക് പറയാനുള്ളത്, വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. നല്ല രീതിയിലൊരു ആരംഭം കുറിക്കാൻ സാധിച്ചാൽ തന്നെ പകുതി കാര്യവും ചെയ്തു തീർത്തു. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു ആരംഭം 2016 നൽകാം. വരുന്ന എല്ലാവർക്കും അന്ന് ഒരു സ്പെഷ്യൽ പ്രോമിസ് കാർഡ് നൽകുന്നതാണ്. പലരും വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അന്ന് അവരൊറ്റ വാഗ്ദത്ത വചനം ഒരു വർഷം മുഴുവൻ അവർ നടത്തുകയും അതിനെ ബേസ് ചെയ്തുള്ള അത്ഭുതങ്ങൾ പ്രാപിക്കുകയും ചെയ്ത ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. യു ക്യാൻ കം, യു ക്യാൻ റിസീവ് ദാറ്റ് പ്രോമിസ് വേഴ്സ്. ഈ ആഴ്ചയിൽ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ മാത്രമേ ഉള്ളൂ. ഈ വർഷത്തെ ആദ്യത്തെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് കൊട്ടാരക്കരയിലാണ്. തീർച്ചയായും എല്ലാവരും വരണം, അനുഗ്രഹം പ്രാപിക്കണം. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.